എന്ത് എന്ന് ചിന്തിച്ചു. അങ്ങനെയുള്ള ഒരാളാണ് ഗുരുപ്രാപ്തി. ഗുശബ്ദം അന്ധകാരത്തെയും ഗുശബ്ദം അത് നിരോധിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. അജ്ഞാനം ദൂരീകരോതി ഗുരുഹു. ശിഷ്യവിത്തോപഹാര ഗുരുവിന. ശിഷ്യവിത്തോപഹാര, ശിഷ്യന്റെ വിത്തത്തെ അപഹരിക്കുന്ന ഗുരുക്കന്മാർ അനേകം ഉണ്ടാകാം. ശിഷ്യ അജ്ഞാനം ദൂരീകരോതി ഗുരുഹു, അത് വിരളമായിരിക്കും. ശിഷ്യന്റെ വിത്തത്തെ, ധനത്തെ അപഹരിക്കുന്ന ഗുരുക്കന്മാർ ധാരാളം ഉണ്ടായിരിക്കും, എല്ലാ കാലത്തും ഉണ്ട്. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അനുഗ്രഹം പാഴ്സലായിട്ട് വരും, അതെല്ലാ കാലത്തും ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് യോഗ്യതയുമാണ്, അത് വേണം താൻ, വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഓരോരുത്തരുടെ അർഹതയല്ലേ, അർഹത ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റുമോ? അതുകൊണ്ട് അങ്ങനെയുള്ള അറിവിന് വേണ്ടി പരിശ്രമിക്കുന്നവരല്ല. എങ്ങനെ പരിശ്രമിക്കുന്നവരാണ്? ഇനി ഒരു തീക്കട്ട കയ്യിൽ വന്ന് വീണ് കഴിഞ്ഞാൽ കൈ വലിക്കണോ വലിക്കണ്ടേ എന്ന് ആഗ്രഹിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. തീവ്രവേഗാനാം മാസം, പെട്ടെന്ന് അപ്പൊ തന്നെ വലിക്കും. അല്ലാതെ ഇപ്പൊ വരട്ടെ, ഞാനങ്ങനെ പോയി കൊടുക്കാം അല്ലേ, ക്ലാസ്സുകളാകുന്ന ക്ലാസ്സുകളിലൊക്കെ ഒന്ന് പങ്കെടുത്ത് നോക്കാം, എപ്പോഴെങ്കിലും വീട് കിട്ടുകയാണെങ്കിൽ ആവാലോ. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഞാൻ ജപമൊക്കെ ചെയ്തോളാം, 23.5 മണിക്കൂറിന് വിപരീതമായി നടന്നോളാം, വരുമ്പോ വരട്ടേന്നേ അല്ലേ. ഏതിനാവും ശക്തി കൂടുതൽ, അരമണിക്കൂറിനോ 23.5 മണിക്കൂറിനോ? ആ അരമണിക്കൂറിനെ പിൻപറ്റി 23.5 മണിക്കൂറും ആവാൻ പരിശ്രമിക്കുന്ന ഒരാള്, അങ്ങനെയുള്ള ഒരാൾക്ക് പ്രശ്നമല്ല. അല്ലാത്തവരെന്ത് 23.5 മണിക്കൂർ വേറെ. ഇനി എത്രത്തോളമാണോ അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടി ഒരാൾ പരിശ്രമിക്കുന്നത്, അതേപോലെ തന്നെ അന്ധക്കരണം മലിനപ്പെടുത്താൻ ശ്രമിക്കുന്നു. അന്ധക്കരണം മലിനപ്പെടുത്തുന്നത് ഏതൊക്കെയാണ്? നല്ലോണം ഇഡ്ഡലി ദോശ ദിവസം കഴിച്ചു കൂട്ടിയാൽ മതി. എന്നാൽ ഉഴുന്ന് ശരീരത്തിന് ആവശ്യമാണ് അല്ലേ, ഉഴുന്ന് ശരീരത്തിന് ആവശ്യമാണ്. ഉഴുന്ന തന്നെ ദിവസം കഴിച്ചാലോ? വാദം മാത്രമൊന്നുമല്ല, വേറെ വാദം വരാം. അന്ധക്കരണം മലിനമാവുന്നുണ്ട്. മാംസാഹാരങ്ങൾക്ക് സമാനം വയ്ക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ ഉഴുന്ന്. അതുകൊണ്ട് തന്നെ മാംസം വെച്ച് ചെയ്യപ്പെടുന്ന പൂജയ്ക്ക് പകരം വെക്കുന്നത് ഉഴുന്ന. എന്തുകൊണ്ട്? ആ അന്ധക്കരണം മലിനമാക്കുന്നുണ്ട്, അല്ലാതെ മാംസാഹാരം കഴിക്കേണ്ടതൊന്നുമല്ല പറഞ്ഞത്. ആർക്കാണോ അന്ധക്കരണ ശുദ്ധി വേണ്ടത്, അന്ധക്കരണ ശുദ്ധിയർത്ഥം ജ്ഞാനം ഉൽപ്പത്തിയതേ പുംസാം ക്ഷയാ പാപസ്യ കർമ്മണ, അന്ധക്കരണ ശുദ്ധിക്കായി പരിശ്രമിക്കുന്ന ആളാൽ അത് നിഷിദ്ധമാണെന്നേ പറഞ്ഞു. എല്ലാവരോടും നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല. ലക്ഷ്യത്തിനനുസരിച്ചാണ് മാർഗം. എല്ലാവരും മാംസാഹാരം കഴിക്കേണ്ടെന്ന് പറഞ്ഞാൽ തെറ്റ്. ഇവിടെ അന്ധക്കരണ ശുദ്ധിയിലൂടെ മാത്രമേ ജ്ഞാനോൽപ്പത്തി ഉണ്ടാവുകയുള്ളൂ. അതിന് അന്ധക്കരണം എന്ന് പറയുന്നതിനെ 4ആയി തിരിച്ചു. ഒക്കെ പിന്നോട്ട് പോവുക, നമ്മൾ പിന്നോട്ട് പോയി മുന്നോട്ട് വരികയാണ്. ഇത് ഉറപ്പിക്കാൻ വേണ്ടി അന്ധക്കരണം എന്ന് പറയുമ്പോൾ തന്നെ അന്ധക്കരണവും ബാഹ്യകരണങ്ങളുള്ളതിൽ അന്ധക്കരണം 4ആയി നമുക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി തിരിച്ചു. ഏതൊക്കെയാ? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന്. അതിൽ തന്നെ ചെറിയൊരു അംശം മാത്രം, 4-1 ഭാഗം ഏത്? ചിത്തം. ഈ ചിത്തശോധനയ്ക്കുള്ളതാണ് ഏത്? ഈ ആഹാരശുദ്ധി. അല്ലാതെ ആഹാരം കഴിച്ച എല്ലാമായി എന്നൊന്നും പറഞ്ഞിട്ടില്ല. 4-1 ഭാഗം ശരിയായി. ആ 4-1 ഭാഗം അല്ലേ, കേടുവന്ന ഭക്ഷണം നാറിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതും ഇരിക്കപ്പുറത്തില്ലാവില്ല. അതുകൊണ്ട് ബുദ്ധി ശരിയാവില്ല. അതുകൊണ്ട് അത് മതി. അതുകൊണ്ട് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രയത്നിക്കുന്ന ഒരാളാൽ എന്ത് വേണം? മനസ്സിനെ അഥവാ ചിത്തത്തെ നേരെയാക്കിയെടുക്കാൻ എന്ത് വേണം? അതിനനുസൃതമായ ആഹാരം വേണം. മനസ്സ് ചഞ്ചലമാണ്, മനസ്സ് അടങ്ങി നിൽക്കുന്നില്ല എന്ന് പരാതി പറയുന്നവരോട് ആഹാരം ശരിയാക്കിയെടുക്കൂ എന്നാണ് ആചാര്യന്മാര് പറഞ്ഞത്. അയ്യോ അതിനെനിക്ക് വയ്യ, കുറച്ച് എരിവൊന്ന് കുറയ്ക്കൂ, കുറച്ച് പുളിയൊക്കെ ഒന്ന് കുറയ്ക്കൂ എന്നൊക്കെ പറഞ്ഞാലോ അതിന് വയ്യ. എന്നിട്ടോ മനസ്സ് ഒട്ട് ചഞ്ചലം ആവുന്നുണ്ട്. മനസ്സിനെ നിർത്താൻ പറ്റുമോ? മനസ്സിനെ പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ആഹാരത്തിന്റെ സൂക്ഷ്മവശമാണ് മനസ്സ്. കഴിക്കുന്ന ആഹാരത്തിന് അനുസൃതമായിട്ട് അതിന്റെ സൂക്ഷ്മഭാവത്തെയാണ് മനസ്സ് എന്ന് പറയുന്നത്. എങ്കിൽ മനസ്സ് ശുദ്ധമാക്കണമെങ്കിൽ സ്ഥൂലമായ ആഹാരങ്ങളെ നിയന്ത്രിക്കുക തന്നെ വേണം. അല്ലെങ്കിലോ വായുവിനെ പിടിച്ച് മെരുക്കുന്നത് പോലെ പ്രയാസമാണ് ഹേ അർജുന എന്നാ ഭഗവാൻ ഗീതയിൽ പറയുന്നല്ലേ.
കഴിയില്ലെന്ന് പറയരുത്. എന്ത് അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും കഴിയാത്തതായിട്ട് യാതൊന്നും തന്നെയില്ല. പക്ഷെ അഭ്യാസം മാത്രം മതിയോ? പോരാ, വൈരാഗ്യവും വേണം. ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാന്നുള്ള വൈരാഗ്യം അല്ല, അത് മലയാളത്തിലെ വൈരാഗ്യം. സംസ്കൃതത്തിലെ വൈരാഗ്യം അതല്ല. എന്താണ്? രാഗം ഒഴിഞ്ഞ അവസ്ഥ, അതും വേണം. ഏതിനും രണ്ട് ഭാഗമുണ്ട് അല്ലേ? അതിന് ഒരു ഭാഗം മാത്രം കണ്ടാൽ കുഴപ്പമായി, മറുഭാഗവും കാണും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ജ്ഞാനോത്പത്തി അനന്തരം ജ്ഞാനിദേഹകൃതം പുണ്യപാപ അല്ലേ സമ്മിശ്രമായിരിക്കുന്ന അത് കർമ്മം യാതൊന്നോ അതാണ് ഏത് ആഗാമി എന്ന് പറയപ്പെടുന്നു. ഇത്യഭിധീയതേ എന്ന് പറയപ്പെടുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മളൊക്കെയാണ് ജ്ഞാനികൾ, നമ്മളാരും അജ്ഞാനികളല്ല. അങ്ങനെ നമ്മളാ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ ആഗാമി. മറ്റുള്ളവർ ചെയ്യുന്നത് ആഗാമിയാണ്, പക്ഷെ ആഗാമിയാണോ എന്ന് പോലും അറിയില്ല. ആണ് അറിഞ്ഞാൽ തന്നെ രക്ഷപ്പെട്ടു കേട്ടോ കുറെയൊക്കെ അല്ലേ? കാരണം ഒരാള് ഇപ്പോ ഒരു 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 കർമ്മത്തിന്റെ ഫലമായിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് അല്ലെ? നമ്മളൊക്കെ അങ്ങനെ നമ്മളൊക്കെ ഇവിടെ ഒത്തുകൂടുമ്പോ ആ കർമ്മം അടുത്തത് ഇനിയും ഒത്തുകൂടാനുള്ള കാരണം ഉണ്ടാവുന്നത് എവിടുന്നാ? പറക്കുന്നതിനെ പിടിക്കുന്നതുകൊണ്ടാ. പിടിച്ചതിനെ വിട്ടിട്ടുമില്ല, മറ്റേ പിടിച്ചതിനെ വിട്ട് പറക്കുന്നതിനെ പിടിക്കുക. ഇവിടെ പിടിച്ചതിനെ വിട്ടോ, പക്ഷെ അത് വിട്ടോളും. ക്ഷയം അല്ലേ? ഉപഭോഗം കൊണ്ടത് ക്ഷയിക്കും, കർമ്മം അനുഭവിച്ച് തീരും. പക്ഷെ അത് തീരുമ്പോഴേക്ക് എന്തായി? അത് കൊള്ളാമല്ലോ, ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നിയിട്ട് വീണ്ടും വീണ്ടും എന്തായി? ആഗാമി വന്നു ചേരുകയായി. അങ്ങനെ ആ വന്നു ചേരുന്നത് പിന്നെന്തായി? അത് പിന്നെയും സഞ്ചിയിൽ നിറച്ചു. പിന്നെ എന്തായി? സഞ്ചിയിൽ നിന്ന് മുഴുവൻ എടുത്ത് കഴിഞ്ഞിട്ടില്ല, സഞ്ചിയിൽ കുറെ കൊണ്ടുവന്നിട്ടുണ്ട്, സഞ്ചിയിൽ നിറച്ചു വന്നിട്ടുണ്ട്, ബാഗിൽ കുറെ നിറച്ചു വന്നിട്ടുണ്ട്. എന്ത്? ജന്മജന്മാന്തരമായി സഞ്ചയിച്ചതാണ് സഞ്ചിയിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു അംശം എടുത്തിട്ടാണ് ഇപ്പൊ ഈ ജന്മം ഉണ്ടായത്. നമ്മളൊക്കെ ഇവിടെ ഒത്തുകൂടാൻ കാരണമായതൊക്കെ അതാണ്. ആ ബാഗിൽ നിന്ന് കുറച്ചെടുത്തു, കയ്യിൽ കിട്ടിയത് കുറച്ചെടുത്തു, അതിപ്പോ ചെലവാക്കുകയാണ്. അത് ചെലവാക്കുമ്പോ തന്നെ ബാക്കി എത്രയോ അതിൽ കിടക്കുന്നുണ്ട്. ഇനി എത്ര ജന്മങ്ങൾ കാരണമാകുമെന്ന് അറിയില്ല. അപ്പോൾ തന്നെ ഇതൊന്ന് കുറയുന്നതിനനുസരിച്ച് എന്താവും? ഇത് ഉപയോഗിച്ച് അതില്ലാതാവും. ഇതിനൊക്കെ എത്രയോ കഥകൾ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിലുണ്ട്. എനിക്ക് എത്ര ജന്മമുണ്ട്, ആലിൽ എത്ര ഇലയുണ്ടോ അത്രയും ഉണ്ട് അല്ലേ? അപ്പൊ ഇത് എന്തിനാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്? സഞ്ചിയിൽ എത്രയുണ്ടാവട്ടെ ആ കർമ്മങ്ങളൊക്കെ ഞാൻ അനുഭവിക്കണമല്ലോ എന്ന് വിചാരിക്കുമ്പോ അത് പ്രയാസമായി. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇവിടുന്ന് ഇപ്പോ പണ്ടൊരു ശങ്കരാശ്രമം നമ്മൾ പുറപ്പെട്ട സമയത്ത് നമ്മൾ വിചാരിക്കുകയാണ് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ എത്തണം, 50 കിലോമീറ്റർ പോരണം എന്ന് തന്നെ തോന്നും. അപ്പൊ 50 കിലോമീറ്റർ വരണം. അപ്പൊ 50 കിലോമീറ്റർ ഓടണം എന്ന് വിചാരിച്ചാൽ എന്തുണ്ട്? അത് ആദ്യം തന്നെ സങ്കല്പിച്ച് ഉറപ്പിച്ചു വെച്ചു. അപ്പൊ ഒരു പ്രയാസമല്ല. അല്ല, ഇവിടുന്ന് ഒരു 100 കിലോമീറ്ററാണ് യാത്ര ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു എങ്കിലോ ആ 100 കിലോമീറ്റർ അടുത്ത് വരെ പോകും. ഇവിടുന്ന് 25 കിലോമീറ്ററാണ് പോകണം എന്ന് വിചാരിച്ചിട്ട് 50 കിലോമീറ്റർ പോകേണ്ടി വന്നാലോ കുറച്ച് തളർച്ച വരും, ക്ഷീണം വരും ഇല്ല? സാധിക്കും, അത് പിന്നെ ഒരു സാധിക്കലാവും. വലുതൊന്ന് പ്രതീക്ഷിച്ചിട്ട് ചെറുതൊന്ന് വന്നാൽ കുഴപ്പമില്ല, പക്ഷെ ചെറുത് പ്രതീക്ഷിച്ചിട്ട് വലുത് വന്നാലോ? അതുകൊണ്ടാണ് എത്ര ജന്മം കഴിയണം. അപ്പൊ അതങ്ങനെ ഇപ്പൊ സമയത്തിന്റെ ദൈർഘ്യം എന്നുള്ളത് ആപേക്ഷികമാണ്. എത്ര ജന്മങ്ങൾ വേണം? പെട്ടെന്ന് കഴിയും. എന്ത്? തയ്യാറാണെങ്കിൽ. എങ്ങനെ? ഈ സഞ്ചിയിലുള്ളതൊക്കെ പെട്ടെന്ന് കഴിക്കാം. ഇല്ലെങ്കിലോ എത്ര കഴിച്ചാലും കഴിയുന്നില്ല. കാരണം ഇത് രുചിക്കുന്നില്ല. ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അത് തൃപ്തിയോടുകൂടി കഴിക്കുമ്പോഴല്ലേ ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. അതില്ല. അപ്പൊ ജീവിതത്തിൽ ഏതോ ആവട്ടെ, അത് ഗൃഹസ്ഥാശ്രമി ആവട്ടെ, അത് സന്യാസാശ്രമി ആവട്ടെ, വാനപ്രസ്ഥാശ്രമി ആവട്ടെ, ആരോ ആവട്ടെ, അതൊക്കെ എന്ത് വേണം? സംതൃപ്തിക്കാക്കി തീർക്കണം. ഇതല്ലാതെ എനിക്ക് മറ്റൊരു വഴി എന്നെ പ്രയോജനം അനുസരിച്ച് മന്ദോപി പ്രവർത്തതെ, പ്രയോജനമില്ലാത്ത കാര്യത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. അപ്പൊ എന്തായി?
ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന തലം തന്നെ ഏതാണ്? ഇത് പ്രാരബ്ധം അനുഭവിക്കാനാണ് വന്നത്. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ പഠിക്കാനുണ്ട്. പ്രകർഷേണ ആരഭ്യതേ ഇതി പ്രാരബ്ധം. പ്രകർഷേണ നല്ലതുപോലെ, ആരഭ്യതേ ആരംഭിക്കപ്പെട്ടത്, അതാണ് പ്രാരബ്ധം. ഇന്നത്തെ ജന്മത്തിന് കാരണമായത് അത് തൊടുത്തു വെച്ചു, അതിന് കുറച്ചെടുത്തു. അത് ഉപയോഗിക്കുമ്പോൾ തന്നെ എന്താണ്? സംതൃപ്തിയോടുകൂടി. അപ്പൊ അത് ഈശ്വര പൂജയായി. ഈ സംതൃപ്തി എന്നുള്ളത് അറിഞ്ഞിട്ട് ചെയ്യപ്പെടുമ്പോഴാണ് സംതൃപ്തിക്ക് കാരണമാവുന്നത്. ഇതാ കഴിയുന്നു, സംതൃപ്തി അല്ലേ? ഞാൻ ഇത്ര കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു, ഇനി ഇത്രയും കൂടിയേ ഉള്ളൂ, അത് ഇപ്പൊ കഴിയും, പ്രശ്നമൊന്നുമില്ല. ഇത് അനുഭവിക്കാതെ വേറെ വഴിയില്ല. ഇത് ഓടാതെ എനിക്ക് വഴിയില്ല, സംതൃപ്തിയായി. ഇത് ഓടാതെ വഴിയുണ്ട്, ഉപായം ചിന്തിക്കൂ, അപ്പോഴെന്തായി? പ്രശ്നമായി. എന്നാൽ ഓടുകയും വേണം, പ്രശ്നമായി. ഇത് ബോധിപ്പിക്കാനാണ് സർവ്വ ആരാധനകളും ചിട്ടപ്പെടുത്തിയത്. ചിന്തിച്ചു നോക്കൂ. അതെ, ഒരാള് ഈ പ്രാരബ്ധം അനുഭവിക്കാൻ വയ്യാന്ന് വിചാരിച്ച് പൊല്ലാപ്പോണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ ചിലപ്പോൾ ഉപനിഷത്ത് ക്ലാസ്സിലും വരുന്നത്. പൊല്ലാപ്പ് കുറച്ചു നേരത്തേക്കൊന്നും ഒഴിവായി കിട്ടുമല്ലോ, ഇത് സഹിക്കാൻ വയ്യ, വീട്ടിൽ നിന്ന് കുറച്ചൊന്ന് വിട്ടു നിൽക്കാലോ അല്ലേ? അങ്ങനെ വന്നപ്പോഴെന്താ പറയണത്? ഇതാണ് ശ്രേഷ്ഠം എന്നല്ല പറഞ്ഞത്, ഒരാചാര്യനും പറയുന്നില്ല. പിന്നെന്താ പറഞ്ഞത്? നീ നിന്റെ പണി നോക്ക്, അത് തന്നെയാ ശ്രേഷ്ഠം.